പറ്റി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ ബ്രോ. ബ്രോ ഞാൻ ഒന്നുകൂടി റിക്വസ്റ്റ് അയക്കാം, നോക്കണം. ഓക്കെ ക്യാൻസൽ വന്നിട്ടുണ്ടോ? ആ ക്ലിപ്പ് അനങ്ങി അതെ. അവിടെ മുകളിൽ ക്ലിപ്പ് അനങ്ങി. ആ ഒരു ക്ലിപ്പ് ഞാൻ ചെയ്യും. ഫസ്റ്റിൽ ഞാൻ ഈ ക്ലിപ്പ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ ഇത് ഈ സാധനമൊക്കെ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ആ ഈ കളർ ബ്രോ ചെയ്തിട്ടിട്ടില്ലേ ഇതിനകത്ത്? ആ അതില് ബ്രോ അത് വെറുതെ ചെയ്തു ബ്രോ. അത് അത് ശരിയല്ലേ? ഓക്കെ ഇപ്പം ഇത്രയും ചെയ്തിട്ടില്ലേ ബ്രോ? ആ അതിന്റെ ആവശ്യം ഒറ്റ ഒരെണ്ണം ഇങ്ങനെ നീളത്തിൽ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു സാധനത്തിൽ അത് ഈ ക്ലിപ്പ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ എന്നിട്ട് റൈറ്റിൽ കടിച്ച് ടൈപ്പ് കൊടുത്ത് യൂസ് ചെയ്തു. നേരത്തെ നമുക്ക് സെയിം സാധനം. ഓക്കെ എന്നിട്ട് ഈ ലോഗോ മാത്രം നമുക്ക് കട്ട് ചെയ്യും. ഇതിലെ സർക്കിളിൽ പോയിട്ട് ഏകദേശം കറക്റ്റായില്ലേ? ആ കറക്റ്റ് സർക്കിൾ കിട്ടാൻ ഷിഫ്റ്റ് എടുത്തണം. ഞാൻ ഇപ്പൊ ആരോ വെച്ച് വീഡിയോയിൽ ആരോ വെച്ച് ജസ്റ്റ് ഏകദേശം കറക്റ്റായി. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഞാനത് കുറച്ച് സൈഡിലോട്ട് നോക്കിയിട്ട് എന്നിട്ട് ബാക്കിലോട്ടുള്ള ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കൺട്രോൾ ഷിഫ്റ്റ് ഡി. ഓക്കെ എന്നിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിന്റെ സെന്റർ പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ ഓക്കെ ഈ ഒരു ടൂളുണ്ട് ആങ്കർ പോയിന്റ്. ആ ഇതിന് ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടൂളിന്. ഓക്കെ ഓക്കെ ഇതിന്റെ ആങ്കർ പോയിന്റ് സെന്റർ, ഇതിന്റെ സെന്റർ വശം ഇവിടെയാണ് കാണിച്ചത്. പക്ഷെ ഇത് നമ്മൾ തിരിച്ചു മാറ്റി ഇതിന്റെ കറക്റ്റ് സെന്റർ ആക്കിയിടാം ഈ ടൂള് വെച്ച്. ഓക്കെ ഓക്കെ എന്നിട്ട് നമ്മൾ തിരിച്ച് സെലക്ട് ടൂൾ ആക്കുക. ഇതിന്റെ ലാസ്റ്റ് പോവുക. ലാസ്റ്റിന്റെ ഫ്രെയിമിലോട്ട് പോയിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രെയിം നീക്കാണ്ട് കൺട്രോൾ നോക്കിയിട്ട് ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ വെക്കുക. ഓക്കെ ഇന്നത്തെ ഓരോ ഫ്രെയിം പോകാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് പോയിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ ഓക്കെ അതിനായിട്ട് ഈ ഒരു സാധനമുണ്ട്. ഇത് 3D എനേബിൾ ആണ്. ഓക്കെ ബ്രോ. ഈ ഒരു പെട്ടി ഉണ്ടോ? ആ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമുക്ക് കുറച്ച് സാധനങ്ങളാണ്. സ്കെയില് വേണം, പിന്നെ ഷിഫ്റ്റ് ആക്കിക്കൊണ്ട് പൊസിഷൻ, ഓക്കെ പിന്നെ ഷിഫ്റ്റ് നിൽക്കൊണ്ട് റൊട്ടേഷൻ. ഇത്ര സാധനമാണ്. ഓക്കെ ഞാൻ ഇതെല്ലാം ടിക്ക് കൊടുക്കുക. ഇതാണ് കീ ഫ്രെയിം കൊടുക്കുക നിങ്ങളോട്. ഓക്കെ ഓക്കെ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റിലെ ആദ്യത്തെ ഫ്രെയിമിലോട്ട് ചെയ്യുക. ഓക്കെ എന്നിട്ട് നേരെ ടാപ്പ് ഇടുക. ടാപ്പ് ഇടണ്ട. ആ കാണാം. എന്നിട്ട് ഇത് തുണി വന്ന് ഇവിടെ ഇരിക്കും. അങ്ങനെയാണ് വീഡിയോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം വെച്ചാൽ ഓക്കെ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൊരു ഭാഗമാക്കിയിട്ട് ഞാൻ കുറച്ചുകൂടി ഇവിടെ പിന്നിടും. അപ്പോൾ ആ ഒരു ലെവൽ കഴിഞ്ഞത് പൊങ്ങി പോയിട്ട് പിന്നെ താഴത്തോട്ട് പോകും. ഓക്കെ 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 പിന്നെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുമ്മാ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വരും പൊങ്ങി പോകുന്ന താഴാതിരിക്കും. കുറച്ചുകൂടി വെറൈറ്റി കൊണ്ട് ഞാൻ റൊട്ടേഷൻ കൊടുക്കാം. ഓക്കെ ഇസെഡ് നോക്കാം. ഇസെഡ് ആകുമ്പോൾ സൈഡിലോട്ട് കറങ്ങി നോക്കാം. ഇസെഡ് റൊട്ടേഷൻ കൊടുക്കും. ഈ ഫ്രണ്ടിൽ ഒന്ന് പറഞ്ഞാൽ എന്നിട്ട് ആദ്യം കൊണ്ടുപോകും. ആദ്യത്തെ പോയിന്റാണ്. ഓക്കെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നിരിക്കുന്നത് കണ്ടോ? ഓക്കെ 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 ഇത് നമുക്ക് ഈ സെന്ററിൽ ഇത് വലിപ്പവും കൂടി കിട്ടും. അപ്പോൾ കുറച്ചുകൂടി നൈസ് ആയിരിക്കും. ഓക്കെ തുടക്കം നമ്മുടെ ഒറിജിനൽ സൈസ്. പിന്നെ ഇവിടുന്ന് പൊങ്ങി എന്നിട്ട് വലുതായിട്ട് ജയിച്ചു വന്നിരിക്കും. മനസ്സിലായോ? ആ ഓക്കെ ബ്രോ. എന്നിട്ട് ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ ബ്ലാക്ക് ഹലോ ആ കാണാം. കണ്ടോ? പിന്നെ തന്നിരുന്നതാണ്. ഓക്കെ ഞാൻ ഈ മോശം ബ്ലറാണ് ആക്കണം. ഈ ഒരു സാധനം മോശം ഓണാക്കുമ്പോൾ കുറച്ചുകൂടി സ്മൂത്താണ്. നമ്മൾ മറ്റേ കട്ട് ഔട്ട് റൺ ചെയ്ത് ചെയ്യുന്നത് കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ ബ്രോ. മനസ്സിലായോ? ആ ബ്രോ, എനിക്ക് അവിടെ 3D ട്രാക്കിങ് ചെയ്യുമ്പോൾ അത് കിട്ടണ 3D ട്രാക്കിങ് കിട്ടണല്ലോ ബ്രോ. ഓക്കെ ഓക്കെ ബ്രോ, ആ 3D ട്രാക്കിങ് ബ്രോ ചെയ്ത് വന്നിട്ട് എനിക്ക് അയച്ചു തന്നില്ലായിരുന്നു. ആ വന്നിട്ട് ചെയ്ത വീഡിയോ. ഹലോ ബ്രോ, റിക്വസ്റ്റ് കൊടുത്താ? റിക്വസ്റ്റ് കൊടുത്താ? ഇല്ല, കൊടുക്കുന്നു. ബ്രോ അതെടുത്ത് കാണിച്ചു. ബ്രോ ട്രാക്ക് ചെയ്ത് കാണിച്ചു. ഹലോ ഹലോ, ക്ലാസ് ഉണ്ടുமா? நில்லுங்கம்மா, கிளாஸ் உண்டு. கிளாஸ் கொஞ்ச நேரம் அரை மணிக்கிறோம். ഇത് ബ്രോ അതാവുന്നതും അവിടെ കണ്ടോ? 10 ബക്കറ്റിലാക്കി. അത് സംഭവം എന്താണെന്നറിയാമോ? ജസ്റ്റ് ക്ലോസ് ചെയ്യാം. കമ്പോസ് ചെയ്യാം. ഓക്കെ, ഫ്രെയിം റേറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കൂടുതലായിട്ടാണ്. ഓക്കെ, ഇതിന്റെ തുടക്കം ബ്രോ ഫസ്റ്റിലൊന്ന് പ്രീ കമ്പോസ് ചെയ്യണമായിരുന്നു. പ്രീ കമ്പോസ് കിട്ടല്ലേ? അതെ, പ്രീ കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് 100 പ്രീ കമ്പോസ് ചെയ്യുക. കാരണം ബ്രോ സ്ലോ മോഷൻ ചെയ്തിട്ടില്ലേ? ഓക്കെ ഓക്കെ. പിന്നെ റോട്ടോ ബ്രഷ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ കാണിക്കണേ. റോട്ടോ ബ്രഷ് ഉണ്ടല്ലോ, റോട്ടോ ബ്രഷ് എടുക്കുമ്പോൾ ഫ്രെയിം റേറ്റ് ഇങ്ങനെ കാണിക്കുക. ഓക്കെ ഓക്കെ. ഇവിടെ കൊടുത്ത് ഓക്കെ കോപ്പി ഓക്കെ. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഓവർലൈൻ പറയുന്നത്.
എവിടെ ആയിരുന്നു അത് താള ആഡ് ചെയ്ത് ഈ 3D ആക്കിയിട്ടാണ് ഞാൻ അതെല്ലാം കൂടി ഇതിൻ്റെ പേസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യും. ഓക്കെ എന്നിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പൊക്കി വെക്കാനായിട്ട് ഡാറ്റ വെക്കാനാവുന്നില്ല. പൊക്കി വെക്കും. എന്നിട്ട് നമ്മൾ കീ ലൈറ്റ് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്ത് കളർ സെലക്ട് ചെയ്യും. ഓക്കെ കണ്ടോ? അതിൻ്റെ ഷാഡോ താഴെ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു ഷാഡോ വരണമെങ്കിൽ നമ്മൾ കുറച്ച് പണി ചെയ്യണം. ഓട്ടോമാറ്റിക്കലി തന്നെ ഷാഡോ വരണം. ഓക്കെ ഈ സെയിം സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ആ എന്നിട്ട് ഇത് പല രീതിക്ക് വേറെ ആക്കിയിട്ട് ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ എന്നിട്ട് ഇതിൻ്റെ നമ്മൾ എക്സ്പോഷർ ആഡ് ചെയ്തിട്ട് എക്സ്പോഷർ ആഡ് ചെയ്ത് ഇതിൻ്റെ കുറച്ച് ട്രാർക്കായില്ലേ, ഷാഡോ ആയില്ലേ. ആ ഓക്കെ പിന്നെ അതിൻ്റെ പുറത്ത് ക്യാൻസലായ എന്നിട്ട് അതിൻ്റെ പുറത്ത് ബ്രോ ഒരു ബ്ലർ സെർച്ച് ചെയ്ത് ബ്ലർ ഒന്ന് ആഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് കിട്ടിയോ ബ്രോ? ബ്ലർ എവിടെ ഇടക്കുന്നു? സെക്കൻഡ് ബ്ലർ ഞാൻ എടുത്താ ഇതിൻ്റെ അകത്തോട്ട് BCC ബ്ലർ എന്ന് പറഞ്ഞു. ഓക്കെ എന്നിട്ട് ഒപ്പ ചെയ്യുന്നുണ്ടോ? ഓക്കെ ഹലോ ആ കേൾക്കാം ബ്രോ. അതെ. എന്നിട്ട് ഒപ്പാസിറ്റി ഇങ്ങനെ കുറയ്ക്കുക. ഓക്കെ കണ്ടോ? ഇപ്പോൾ ഷാഡോ ആണല്ലേ. ആ കാണാം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് കുറച്ചാണ് നിന്നോട് പറഞ്ഞു തരാൻ ഇരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത വീഡിയോ വിചാരിച്ചു. ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ സ്കെയിലുണ്ട്. സ്കെയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പൊസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷൻ ഉണ്ട്. 6 റൊട്ടേഷൻ, 8 സ്കെയിൽ, ഈ പൊസിഷൻ. ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ നിൽക്കുവാണ് എല്ലാം ഒരുമിച്ച് വരും, അല്ലെങ്കിൽ ഓരോന്നും നോക്കും. ഷിഫ്റ്റാ. പിന്നെ P എന്ന് പറയുന്ന ഒപ്പാസിറ്റി, ഈ മറ്റേ റെട്ട വിസിബിലിറ്റി കൂടുന്ന പറയുന്നത്. ഇവിടെ ആദ്യം ഞാൻ കീ ഡ്രൈവിൽ ഒരു 100 എടുത്തു നീക്കിയിട്ട് 0 കഴിഞ്ഞാൽ ഫെയ്ഡ് ഔട്ട് ആയി പോകും. അപ്പം അതുപോലെ തന്നെ തുടക്കം ഞാൻ 0 ഇട്ടിട്ട് പിന്നെ ഞാൻ 100 കഴിഞ്ഞാൽ ഇങ്ങനെ തെളിഞ്ഞു വരും. കാണാം. അതാണ് ഒപ്പാസിറ്റിൻ്റെ റൊട്ടേഷൻ. അതുപോലെ ചിലപ്പം ചില എടുത്ത് നമ്മളെ വീഡിയോ ഇങ്ങനെ ആയിരിക്കും വീഡിയോ ഇരിക്കും. ഇത് അപ്പം നമ്മൾ സ്കെയിൽ വെച്ച് സൂം ചെയ്തിട്ട് കുറച്ച് റൊട്ടേഷനൊക്കെ തിരിച്ച് ഇങ്ങനെ ആക്കി വെച്ച് അത് ഫ്രെയിം കിട്ടും. ട്രാക്ക് ചെയ്ത് ഇത്രേ ഉള്ളൂ. ട്രാക്കിങ് മനസ്സിലായി? ട്രാക്കിങ് മനസ്സിലായി ബ്രോ. റോട്ടോ ബ്രഷ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ കാണിക്കുമോ? മറ്റേ റോട്ടോ ബ്രഷ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലല്ല എന്നിട്ട് ബ്രോ ഈ ട്രാക്കിന്റെ താഴെ ഇട്ടാൽ ലെയർ മണ്ടയും താഴെയാണെന്ന് അറിയാമോ? ഏറ്റവും ആദ്യം കിടക്കുന്ന ആദ്യം ജസ്റ്റ് ബ്രോ ഒരു പേരിടുവാണ് കുറച്ച് എളുപ്പമായി. പിക്ചർ ചെയ്തിട്ടുണ്ട് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇതിന്റെ ചെയ്യാൻ റോട്ടോന്ന് എടുക്കാം, പെട്ടെന്ന് മനസ്സിലാവുക. എന്നിട്ട് ഈ ബ്രഷ് എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ചിലപ്പോൾ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് അത് പ്രീ കമ്പോസ് ചെയ്യാൻ പ്രീ കമ്പോസ് ചെയ്ത് ഓക്കെ ഫേസ് കൊടുക്കുക.
ആ കേൾക്കാം ബ്രോ. ഇതായിട്ട് എൻ്റെ ഈ മണ്ടയിൽ കോമ്പോസിഷനൊക്കെ ഇതായിട്ടുണ്ട്. ഒരു പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ അതൊരു ഫയലാണ്. ഓക്കെ മാത്രം. ഓക്കെ 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 അത്ര. പിന്നെ ഒരു ട്രാക്ക് ചെയ്യുക, ഈ അടിയിട്ടാണ് ട്രാക്ക് ചെയ്യുക, പോയിന്റ് എടുക്കുക, നമ്മുടെ ഓവർലേ ഇടുക, ബാക്കിയെല്ലാം ഇതുപോലെ ഓക്കെ ഇതിന്റെ പുറകിലോട്ട് ബാക്കിയുള്ള ആഡ് ചെയ്യുക. ഓക്കെ ആ ബ്രോ മനസ്സിലായി. ഓക്കെ ഞാൻ പ്രോയ്ക്ക് ഒരു ഓഡിയോ അയച്ചു തരാം. ഓക്കെ ആ രീതിയിൽ ബ്രോ ചെയ്യണം. ആ ഓക്കെ പ്രോയെ കിടക്കുന്ന രീതിയിൽ വെച്ച് ആ ഓക്കെ ഓക്കെ അതായത് 5-10 മിനിറ്റിനുള്ളിൽ ഓഡിയോ അയച്ചു തരാം. ആ രീതിയിൽ ബ്രോ ടൈമും ബീറ്റും കട്ടിങ് ഉള്ള സ്ലോഡ് പാട്ടാണ് പാട്ടനുസരിച്ചാണ്. അപ്പം മെയിൻ ബീറ്റ് ഒക്കെ വരുമ്പോഴായിരിക്കും വണ്ടി കട്ട് ചെയ്ത് വരുന്ന സാധനമൊക്കെ ഇടണ്ട. മനസ്സിലായോ? ആ ഓക്കെ 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 നമ്മൾ അത് ഗ്രാഫ് നോക്കത്തില്ല. അപ്പം നമുക്ക് കേൾക്കുമ്പോഴും അറിയാലോ വലിയ ബീറ്റാണോ ചെറിയ ബീറ്റാണോ ആ രീതിയിലൊക്കെ. ഓക്കെ ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ ഞാൻ ഓഡിയോ പ്രോയ്ക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ വാട്സപ്പിലാ? വാട്സാപ്പ് ഓക്കെ ഓക്കെ റീൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു മോഡൽ ചെയ്യാം. ആ ഓക്കെ ബ്രോ. ആദ്യം സ്റ്റെപ്പ് എല്ലാ സ്റ്റെപ്പും ഓർത്തിരിക്കണം. ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഫ്രെയിം സെറ്റാക്കണം. ഓക്കെ പിന്നെ ബീറ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ അത് ക്ലിപ്പ് അലൈൻ ചെയ്യണം. ഓക്കെ പിന്നെ സോമോ, എന്നിട്ട് ബീറ്റ് നോക്കിയിട്ട് കട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ എന്നിട്ട് പിന്നെ ആലോയി അങ്ങനത്തെ ക്ലിപ്സ് ആഡ് ചെയ്തില്ലേ, ആ അതിൽ ഞാനെന്താ റൊട്ടേഷൻ വെച്ച് മറ്റേ പറഞ്ഞെന്ന് ഓർമ്മ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അത് ഓർമ്മ ഉണ്ട് ബ്രോ. ആ സാധനമൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ആ ഓക്കെ 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 ടെക്സ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്യണ്ട, അല്ലാണ്ട് ചെയ്ത് സെറ്റാക്കി. ആ ഓക്കെ ഓക്കെ അതെ ഓക്കെ ബ്രോ. നാളെ എത്ര മണിക്ക്? നാളെ ഈ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ സമയം എടുക്കും. ഓക്കെ ബ്രോ.